ഹലോ. അപ്പോൾ ദേ രാവിലെ തന്നെ ബീഫ് ഇഷ്ടം ഉണ്ടാക്കാനുള്ള പരിപാടിയിലാണ് കേട്ടോ. അപ്പോൾ ആദ്യം തന്നെ കുറച്ച് തേങ്ങാപ്പാൽ പിഴിഞ്ഞ് മാറ്റി വെച്ചിട്ടുണ്ട്. പിന്നെ അതേ ബീഫൊക്കെ കഴുകി വൃത്തിയാക്കിയിട്ട് കുക്കറിലേക്ക് ഇട്ട് കൊടുത്ത് കുറച്ച് കുരുമുളക് പൊടിയും ഉപ്പും ഇട്ടിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കാം കേട്ടോ. പിന്നെ ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള സാധനങ്ങളൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. സവാളയും ഒരു പച്ചമുളകും പിന്നെ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതും പൊട്ടറ്റയും ക്യാരറ്റും പിന്നെ കറിവേപ്പില എടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് ഗ്രാമ്പൂവും പട്ടയും ഏലക്കായും. ഇത് തേങ്ങാപ്പാൽ 1/4 പാലും 2/2 പാലും പിഴിഞ്ഞ് വെച്ചാണ്. ഇതിൽ കുറച്ച് കാഷ്യൂനട്ടും കൂടെ ഞാൻ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ചട്ടി വെച്ച് ചൂടായിട്ട് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്ത് അതിൽ പട്ട ഗ്രാമ്പും ഏലക്കായും ഇട്ട് കൊടുത്തിട്ട് ഇഞ്ചിയും വെളുത്തുള്ളി ചതച്ചതും പച്ചമുളകും സവാളയൊക്കെ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക കേട്ടോ. എന്നിട്ട് ഇതേ ബീഫ് വെന്ത് വന്നിട്ടുണ്ട്. അതിലേക്ക് പൊട്ടറ്റോയും ക്യാരറ്റും കൂടെ ആഡ് ചെയ്ത് 2 വിസിലും കൂടെ വിട്ട് അതും കൂടെ വേവിച്ചെടുത്ത് വെച്ചിട്ടുണ്ട്. അത് അതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. എന്നിട്ട് 2/2 പാൽ ഒഴിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. 2/2 പാൽ ഒഴിച്ച് ഇതേ നന്നായിട്ട് കുറുക്കി വന്നതിന് ശേഷം നമുക്കിതിലേക്ക് 1/4 പാലും കൂടെ ആവശ്യാനുസരണം ഒഴിച്ച് കൊടുക്കാം കേട്ടോ. നമുക്ക് വേണ്ടത്ര ചാറിനനുസരിച്ച് നമുക്ക് തേങ്ങാപ്പാൽ ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ അതൊക്കെ ആഡ് ചെയ്ത് സെറ്റാക്കി മാറ്റിയതിന് ശേഷം ഇതേ 1 സ്പൂൺ നെയ്യ് ഇട്ടിട്ട് അതിലേക്ക് കശുവണ്ടിയും കിസ്മിസും കൂടെ താളിച്ചിട്ട് നമുക്ക് ഇഷ്ടത്തിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ നമ്മുടെ ഇഷ്ടം ഇവിടെ റെഡി ആയിട്ടുണ്ട്. പിന്നെ നമ്മൾ ഇതിൻ്റെ കൂടെ കഴിക്കാനൊന്നും ബ്രെഡാണ് കേട്ടോ എടുത്തേക്കണത്. അപ്പോൾ ബ്രെഡൊന്ന് ആവി കയറ്റാൻ വെച്ചിട്ടുണ്ട്. ചൂടോടുകൂടെ തന്നെ ചേട്ടനും മൂക്കും എല്ലാം കഴിക്കാൻ കൊടുത്തു കേട്ടോ. അത് കഴിഞ്ഞ് ഞാനും എടുത്ത് കഴിച്ചേ. പക്ഷേ എനിക്കത് അത്രയ്ക്ക് വലിയ ഇഷ്ടപ്പെട്ട കോമ്പിനേഷനൊന്നും അല്ല കേട്ടോ. എനിക്ക് ഇച്ചിരി എരിവൊക്കെയുള്ള കറികളോടാണ് താല്പര്യം. പിന്നെ എപ്പോഴെങ്കിലുമൊക്കെ ഇങ്ങനെ കഴിക്കുമ്പോൾ ഓക്കെയാണ്. പാലക്കാടൊന്നും പിന്നെ ഇങ്ങനത്തെ ഒരു ഇതിനെക്കുറിച്ച് ഞാൻ കേട്ടിട്ടേ ഇല്ല കേട്ടോ. ഇവിടെ വന്നതിന് ശേഷമാണ് ഈ ശീലങ്ങളൊക്കെ ഉള്ളത്. അപ്പോൾ വീഡിയോ ഇഷ്ടമാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണം കേട്ടോ. താങ്ക്